ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും എവിക്റ്റ് ആകാൻ പോകുന്നത്? ഒരാളാണോ പുറത്തു പോകുന്നത്, അതോ 2 പേര് പുറത്തു പോകുമോ? ആരൊക്കെ ആയിരിക്കും പുറത്തു പോകുന്നത്? ജാൻമണി ആയിരിക്കുമോ? ശ്രീരേഖ അതിനകത്തുണ്ടോ? ഇതൊക്കെ മാറ്റി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ സിജോയുടെ അപ്ഡേറ്റ് എന്തായി? സിജോ ഇന്ന് തിരിച്ച് റീ എൻട്രി ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വരുമോ? വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ്, അതിൻ്റെ ഷൂട്ടൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സിജോ ഇന്ന് വരുമോ? കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ഷെയർ ചെയ്യാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്നതിന് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ആകാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ അറിയാൻ പറ്റുന്ന വിവരം, ആദ്യം ഞാൻ സിജോയുടെ കാര്യം പറയാം. ഞാൻ അറിഞ്ഞത് സിജോ ഇന്ന് റീ എൻട്രി ചെയ്യില്ല എന്നാണ്. ഇന്ന് സാറ്റർഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് തുടങ്ങി, ഉച്ചവരെ കഴിഞ്ഞിട്ടാണ് നാളത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ്. അതിനകത്താണ് വിഷു സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉള്ളത്. വീട്ടുകാരൊക്കെ വിഷു വേഷത്തിലൊക്കെ നിൽക്കുന്ന അതിലാണ്. അപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് വിഷു സ്പെഷ്യലിനെങ്കിലും സിജോ വരും എന്നാണ്. പക്ഷേ സിജോ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ പോലും വരില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഇന്ന് എന്തായാലും സിജോ ബിഗ് ബോസ് വീട്ടിൽ കയറില്ല. സിജോ വീണ്ടും ട്രീറ്റ്മെൻറ്റിലാണ്. ബാക്കിയാണല്ലോ പരിക്ക് പറ്റിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ്സിനായിട്ട് ഇനിയും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച കൂടി റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ആഴ്ച മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ആഴ്ച ഇല്ല, സിജോ റീ എൻട്രി ചെയ്യില്ല എന്ന് കൺഫേംഡ് ആയിട്ടാണ് അറിയുന്നത്. സോ അത് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കരുത്. പക്ഷേ അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അസുഖം കുറയുവാണെങ്കിലല്ലേ ഒരാൾക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം അതുകൊണ്ട് എന്തായാലും റീ എൻട്രി ഉണ്ടെന്ന് അറിയുന്നു. പക്ഷേ ഇപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. സോ സിജോ അവരുടെ കീഴിൽ തന്നെയാണ്, നമ്മുടെ ടീമിൻ്റെ കീഴിൽ തന്നെയാണ്, പുറത്തൊന്നും അല്ല. കാരണം ഒരിടത്തും സിജോ എത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ കീഴിൽ തന്നെയാണ്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി പിന്നീടായിരിക്കും വരാൻ പോകുന്നത്, അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ ഒക്കെ. ഇനി അടുത്ത് നമ്മുടെ എവിക്ഷൻ. 9 പേരാണ് ഈ ആഴ്ച എവിക്ഷനിലുള്ളത്. ശ്രീരേഖ, ഋഷി, നോറ, ശ്രീതു, ശരണ്യ, അൻസിബ, അഭിഷേക്, ജാൻമണി, ജിൻഡോ, അങ്ങനെ മൊത്തം 9 പേരാണുള്ളത്. ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞത് സൺഡേയിലത്തെ എപ്പിസോഡിലാണ്. ചിലപ്പോൾ എവിക്ഷൻ ചിലപ്പോൾ സൺഡേയിലത്തെ എപ്പിസോഡിലായിരിക്കും, ചിലപ്പോൾ സാറ്റർഡേ എവിക്ഷൻ കാണും, സൺഡേ എവിക്ഷൻ കാണും. ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. നമുക്ക് പറയാൻ പറ്റൂല. നാളെ വിഷു ആയതുകൊണ്ട് വിഷുവിന് ഒരാളെ ഇറക്കി വിടുമോ എന്നൊക്കെ നമുക്ക് തോന്നാം. സീസൺ 3-ലൊക്കെ കുറേ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ലല്ലോ, എന്തൊക്കെയാണ് നടന്നത്, വിഷുവിൻ്റെ എന്നൊക്കെ ഇറക്കി വിട്ടിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഡബിൾ എവിക്ഷൻ സാധ്യത ഉണ്ടെന്നറിയുന്നു. എന്തായാലും ജാൻമണി ഏറ്റവും ലാസ്റ്റാണ് നിൽക്കുന്നത്. ജാൻമണി പുറത്ത് പോകുമെന്നാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ ഒരാൾ കൂടി പുറത്ത് പോവുകയാണെങ്കിൽ ശരണ്യയോ ശ്രീരേഖയോ ആണെന്നാണ് കേൾക്കുന്നത്. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ശരണ്യയോ ശ്രീരേഖയോ ആണെന്നാണ് കേൾക്കുന്നത്. പക്ഷെ അൻസിബയുടെ പോസിബിലിറ്റിയും തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ജാൻമണി തന്നെ ആയിരിക്കുമെന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം ജാൻമണിക്ക് വോട്ട് കുറവെന്നാണ് കേൾക്കുന്നത്. നോക്കാം, നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴത്തേക്കും അപ്ഡേറ്റ് കിട്ടും ആരാണ് എവിക്റ്റ് ആയെന്നുള്ളത്. ജാൻമണി എന്തായാലും എവിക്റ്റ് ആവും. എവിക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. നോ എവിക്ഷൻ ആയിരിക്കുമോ വിഷു ആയതുകൊണ്ടെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിരുന്നു. നോ എവിക്ഷൻ ഒരു സാധ്യത കാണുന്നില്ല. ഡബിൾ എവിക്ഷൻ കൂടുതൽ സാധ്യതയും ഉണ്ട്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. നമുക്ക് എന്തായാലും ഉടനെ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. ആരാണ് പുറത്ത് പോകേണ്ടത്, ആര് പുറത്ത് പോകേണ്ട, നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്നൊക്കെ, എന്തുകൊണ്ടാണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.